പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. आप सभी को यीशु मसीह के नाम से जय मसीह की। നമ്മള് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വചനത്തിന്റെ മാർമികമായ വശങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. हम परमेश्वर के वचन में से जो बड़े गंभीर बातें हैं वो बातों को हम इन दिनों में मनन करते आ रहे हैं। പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യമായിട്ടൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുക. मैं पहले एक वचन को पढ़ना चाहता हूँ। 2 തിമോത്തി 4-ാം അധ്യായം 2, 3, 4, 5 വാക്യങ്ങൾ ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. दूसरा तिमोती 4 अध्याय उसके 2, 3, 4 आयत में पढ़ने के लिए इच्छा कर रहा हूँ। ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. दूसरा तिमोथियुस 4 अध्याय उसके पहले आयत से लेकर 5 आयत तक हिंदी में पढ़ना चाहता हूँ। परमेश्वर और मसीह यीशु को गवाह करके जो जीवितों और मरे हुओं का न्याय करेगा और उसको प्रकट होने और राज्य की सुधि दिलाकर मैं तुझे उपदेश देता हूँ कि तू वचन का प्रचार कर, समय और असमय तैयार रहे, सब प्रकार की सहनशीलता और शिक्षा के साथ उल्हाना दे और डांट और समझा, क्योंकि ऐसा समय आएगा जब लोग खरा उपदेश ना सह सकेंगे, पर कानों की खुजली के कारण अपनी अभिलाषाओं के अनुसार अपने लिए बहुत से उपदेशक बटोर लेंगे और अपने कान सत्य से फेर कर कथा कहानियों पर लगाएंगे। पर तू सब बातों में सावधान रह, दुख उठा, सुसमाचार प्रचार का काम कर और अपनी सेवा को पूरा कर। എന്താ ഞാനിത് വായിച്ചതിന്റെ ഉദ്ദേശം? ये वचन पढ़ने के पीछे की उद्देश्य क्या है? കെട്ടുകഥകളാലും കർണരഹസ്യമാകുമാറും രസകരമായ സന്ദേശങ്ങളെ കേൾക്കുവാൻ ആൾക്കാർക്ക് തിടുക്കമുണ്ട്. ये वचन में जैसा कहा जाता है कि लोग अपने अपने लिए जो अभिलाषाओं के अनुसार उनकी कानों की खुजली करने के जो विषय को सुनने के लिए और कहानियों को कथा कहानियों को सुनने के लिए लोग इन दिनों में ज्यादा इच्छा और प्रेरणा रखते हैं। എന്നാൽ ഒരു ദൈവപൈതലിനെ സ്വർഗരാജ്യത്തിന് യോഗ്യനാക്കുവാൻ മോൾഡ് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം പൗലോസ് പറയുന്നത്, നീ പ്രൈസ് ദി ലോർഡ് സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്നാ പറയുന്നത്. और परमेश्वर के दास पौलुस एक प्रभु के दास के लिए, एक भक्त के लिए इस प्रकार उपदेश दे रहा है कि तू सहनशीलता के साथ शिक्षा और उल्हाना दे और डांट और समझा। അതാണ് ഒരു സുവിശേഷകന്റെ ദൗത്യം എന്ന് അപ്പോസ്തലൻ പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുക. और यही एक सुसमाचार प्रचारक का उत्तरदायित्व है। ये पौलोस तिमोथियुस के सामने इसको समझा रहा है। ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങളാണ്. और इन दिनों में हम वचन से मनन करने वाला विषय जो है वो यीशु मसीह की पहाड़ी उपदेशों के विषय में है। മത്തായി 5, 6, 7 അധ്യായങ്ങൾ പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ പ്രമാണമാണ്. मत्ती की सुसमाचार 5, 6 और 7 अध्याय नए नियम के विश्वासियों के लिए बहुत महत्वपूर्ण विषय और बातें हैं। പഴയ നിയമത്തിൽ സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവയായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ നൽകിയെങ്കിൽ
പുതിയ നിയമത്തിൽ യേശുക്രിസ്തു വേറൊരു പർവ്വതത്തിൽ വെച്ച് തന്റെ ജനത്തിന് ആവശ്യമായ ഉപദേശങ്ങളെ നൽകുന്നതാണ് കാണുന്നത്. पुराने नियम में हम देखते हैं कि मूसा के द्वारा सीने पर्वत में परमेश्वर ने यदि इजरायलियों को उनके लिए विधियां और उनके लिए जो व्यवस्था और उनके लिए आज्ञा की बातों को कहा, तो नए नियम में दूसरे एक पर्वत पर यीशु मसीह जो है अपने लोगों के लिए अपने विधियों को, अपने नियमों को, अपनी आज्ञाओं को वो कह सुनाता है. മോശ നൽകിയത് കേവലം യഹൂദ ജാതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് നൽകിയതെങ്കിൽ യേശു ഭൂമിയുടെ അറ്റത്തോളമുള്ള സകല ജാതി മതഭാഷക്കാർക്കും വേണ്ടി നൽകിയതാണ്. मूसा यदि केवल यहूदियों के लिए और उनकी के सीमा में रहते हुए उनको यदि अपने व्यवस्थाओं को, यदि उपदेशों को बताए, तो यीशु मसीह सारे पृथ्वी के शोर तक रहने वाले हरेक मनुष्य के लिए अपनी व्यवस्थाओं को और विधियों को ठहराया है. പഴയ നിയമത്തിലെ പ്രമാണം അനുസരിച്ച് പ്രവാചകനും പുരോഹിതനും ന്യായാധിപനും രാജാവിനും ഇസ്രായേൽ ജനത്തിന്റെ വെൽഫെയറും മാത്രമാണ് നോക്കിയതെങ്കിൽ പുതിയ വിശ്വാസിക്കും ഡിസൈബിൾഡ് ശിഷ്യന്മാർക്കും ലോകത്തിന്റെ അറ്റത്തോളമുള്ള സകല ജാതി മതസ്ഥർക്കും വേണ്ടി നൽകിയതാണ്. पुराने नियम में मूसा की व्यवस्था केवल यहूदी समाज को और यहूदी लोगों के न्याय और उनका उद्धार का कारण के लिए ठहराया गया, तो नए नियम में परमेश्वर ने अपने लोगों को दी हुई जो भी व्यवस्थाएं हैं वो सारे पृथ्वी के शोर तक रहने वाले हरेक मनुष्यों को संबंधित और मनुष्य के भलाई के लिए दी गई व्यवस्था और विधियां हैं. സീനായ് പർവ്വതത്തിൽ നൽകിയത് പുറമേയുള്ളതാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, യേശു ഈ പർവ്വതത്തിൽ വെച്ച് നൽകുന്നത് അകമേയുള്ളതിനെ കുറിച്ചാണ്. सीने पर्वत में यदि परमेश्वर ने बाहरी रूप से लोगों के लिए आज्ञाओं को प्रदान किया, तो यहाँ पर यीशु मसीह जो अपने बातों को कहता है, एक मनुष्य के भीतर को कैसे शुद्ध रखना है, उसी के विषय में बातों को बताया है. ഒരു വൃക്ഷത്തെ ഉദാഹരണമായിട്ടെടുത്ത് നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെയും ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ ഉപമാനമായി പറയുക, വെയിറ്റ് ആൻഡ് വെയിറ്റ്, ഒരു വർഷം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യട്ടെ എന്ന പുതിയ നിയമത്തിൽ പറയുന്നത്. एक पेड़ को अपने उदाहरण के रूप में बताकर अच्छा फल लाने वाला पेड़ और बुरा फल लाने वाले पेड़ को साथ में तुलना करते हुए जो फल नहीं लाते हैं उस पेड़ के लिए इंतजार करने की बातों को बताते हुए प्रभु यीशु मसीह कई सत्यों को हमें सिखा रहा है. പഴയ നിയമത്തിലെ ദൗത്യം ചിലർക്ക് വേണ്ടി മാത്രം, പുരോഹിതനും പ്രവാചകനും രാജാവിനും ന്യായാധിപനും മാത്രമായി ചുരുങ്ങിയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിക്കും, ഓരോ ഡിസൈപ്പിളും ശിഷ്യനും, ഓരോ വ്യക്തിക്കും പ്രൈസ് ദി ലോർഡ് ആ ദൗത്യം പങ്കിട്ടു കൊടുക്കുന്നതാണ് നമുക്ക് കാണുന്നത്. पुराने नियम के जो उत्तरदायित्व थे वो केवल पुराने नियम के जो नियम प्रदान करने वाले राजाओं को, भविष्यवक्ताओं को और याजकों के लिए सीमित रहा, तो नए नियम में प्रभु का वचन विश्वास करने वाले एक एक व्यक्ति, एक एक विश्वासी के लिए परमेश्वर ने बातों को कहा है. പുതിയ നിയമത്തിലെ വിശ്വാസി സന്തോഷം, പ്രത്യാശ, സ്നേഹം, ലാളിത്യം എന്നതിലൂടെ നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് വ്യക്തമായി ഇൻസ്ട്രക്ട് ചെയ്യുക. नए नियम के विश्वासी परमेश्वर में आनंद, परमेश्वर में आशा, प्रभु में धीरज और प्रभु में आमीन प्रेम को रखते हुए अपने फलों को लेकर आना है, इस प्रकार प्रभु यीशु उनको समझाता है. ഈ ഗിരിപ്രഭാഷണത്തിന്റെ ഗിരിപ്രഭാഷണത്തിൽ 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യമാണ് നമ്മുടെ പ്രതിപാദന വിഷയം. അതിങ്ങനെയാ പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് രസം വരുത്താം, അത് പുറത്ത് കളഞ്ഞ് ചവിട്ടുവാനേ കൊള്ളതുള്ളൂ. ये परमेश्वर की पहाड़ी उपदेश जो मत्ती के सुसमाचार 5 अध्याय में शुरू होती हैं, हमने आधार लिया हुआ वाक्य जो है वो 13 वचन से है. वहां पर इस प्रकार लिखा गया है कि तुम पृथ्वी के नमक हो, परंतु यदि नमक का स्वाद बिगड़ जाए तो वो फिर किस वस्तु से नमकीन किया जाएगा, फिर वह किसी काम का नहीं, केवल इसके बाहर फेंके जाए और मनुष्यों के पैरों तले रौंदे जाए, इसी के लिए उपयोगी बनेगा. യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ചാണ് യേശു പറയുന്നത്.
അല്ലാതെ പ്രത്യേകം ശിഷ്യന്മാരെ കുറിച്ച് മാത്രമല്ല, ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. यीशु मसीह में विश्वास करने वाले प्रत्येक एक एक व्यक्ति से ये बातों को यीशु मसीह कह रहा है। इसके अलावा ऐसा नहीं कि केवल चेलों के लिए प्रभु ने ये बातों को कहा है। ഈ ഭൂമിയെ ഒരു ഉപ്പ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ വിശ്വാസി നശിച്ചു പോകുന്ന ജനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വ്യക്തമായി പറയുന്നു. और इस आमीन पृथ्वी में नमक को कैसे उपयोग किया जाता है, वैसे ही एक विश्वासी पृथ्वी के लोगों को कैसे आमीन जीवन से आमीन उनके जीवन में भलाई और उपकार करना है, इसी के बारे में प्रभु वचन को कहता है। നശിച്ചു പോകുവാൻ സാധ്യതയുള്ള വസ്തുവിനെ സൂക്ഷിക്കുക, പ്രിസേർവ് ചെയ്യുവാൻ ഉപ്പ് ഉപയോഗിക്കുന്നത് പോലെ ഈ ഭൂമി നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രിസേർവ് ചെയ്യുവാൻ ദൈവത്തിന് നിനക്ക് മാത്രമേ സാധിക്കൂ എന്നാ യേശു പറയുന്നത്. और जैसे नष्ट होने वाली वस्तुओं को नमक के द्वारा सुरक्षित किए जा सकते थे या लंबे समय तक उसे बनाए रख सकते थे, उसी प्रकार नष्ट होने वाली इस पृथ्वी को आमीन बचाए रखने के लिए केवल विश्वासी से संभव है। ये बातों को यीशु मसीह समझा रहा है। ഒരു രൂപവും മണവും ഗുണവുമില്ലാത്ത ഈ ഭൂമിയെ അതിനെ ഷേപ്പ് വരുത്തുവാൻ, മണമുള്ളതാക്കി തീർക്കുവാൻ, ടേസ്റ്റ് ഉള്ളതാക്കി തീർക്കുവാൻ ദൈവത്തിലെ ആ ദൗത്യം എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. कोई रूप, आकार और स्वाद और कोई भी प्रकार का आमीन आमीन के खुशबू ना होने वाले इस पृथ्वी को अच्छे स्वाद के, अच्छे आकार के और अच्छे ढंग के बनाकर ले आने के लिए परमेश्वर ने हम और आपको जिम्मेदार बनाया हुआ है। മറ്റു വസ്തുക്കളിൽ നിന്ന് ഉപ്പ് വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും മറ്റുള്ളവര് വ്യത്യസ്തരായിരിക്കണമെന്ന് യേശു പറയുക. और जैसे नमक दूसरी चीजों से एक विशेषताओं को रखते हैं, वैसे ही हम भी इस पृथ्वी में जब रहते हैं हमारे अंदर विशेषताओं से प्रभु ने भर रखे हैं और हम भी ऐसे अलग रहना जरूरी है। ഒരു വസ്തുവിലേക്ക് ഉപ്പ് അകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത് പോലെ വീണ്ടും ജനിച്ച ഒരു ദൈവവേദന മറ്റുള്ള ഉള്ളിലേക്ക് അതിന്റെ രൂപത്തിലും മണത്തിലും ദൈവസ്നേഹം ഇറക്കി ചെല്ലേണ്ടവരാണ്. और जिस प्रकार नमक एक वस्तु के गहराई तक चले जाते हैं, वैसे ही परमेश्वर के लोग एक व्यक्ति के जीवन के गहराई में तक प्रेम, प्रभु का स्वभाव में आमीन अंदर प्रवेश करना जरूरी है। ഉപ്പ് വൈഡ് റേഞ്ചിൽ വിശാലമായ നിലയിൽ സ്പ്രെഡ് ആകുന്നത് പോലെ ദൈവമക്കളെ ഒരിടത്ത് കൂടിയിരിക്കേണ്ടവരല്ല, they have to spread. അതാ കർത്താവ് നിങ്ങൾ പോവുക പ്രസംഗിക്കുക എന്ന് പറഞ്ഞത്. और जैसे नमक बहुत सारे विशालता में वो आमीन चले जाते हैं, वैसे ही परमेश्वर के लोग एक ही जगह पर बंधकर सीमित रहने के लिए नहीं, परंतु जहां जहां वो पहुंच सकते हैं वहां तक पहुंचने के लिए, इसलिए यीशु मसीह कहता है कि तुम पृथ्वी के छोर तक जाकर मेरे बारे में सुसमाचार को बताओ। ഉപ്പ് ഒരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് പിന്നീട് അതിൽ നിന്ന് തിരിച്ചെടുക്കുവാൻ സാധിക്കാത്തതുപോലെ ഒരു ദൈവത്തിൽ അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി തിരിച്ചാൽ ഒരിക്കലും അവനെ പിന്മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. और जैसे नमक एक वस्तु के अंदर प्रवेश कर देते हैं तो कैसे भी उसको वापस ले नहीं पाते, वैसे ही एक मसीही व्यक्ति आमीन एक व्यक्ति के जीवन में जब अपने निवेश को करते हैं तो वो किसी भी प्रकार से आमीन वो वापस बाहर ना आ सके, उसी रीति से समर्पित होकर प्रभु के कार्यों में अपने जीवन को लगाना है। നശിച്ചു പോകുന്ന ഒന്നിനും കൊള്ളാത്ത രുചിയും രൂപവും ഗുണമില്ലാത്ത ഈ ഭൂമിയിലേക്ക് ഉപ്പെറിയുന്നത് പോലെ ദൈവത്തിലെ രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ ശിഷ്യത്തിലെ കടന്ന ദൈവത്തിലെ നമ്മെ സ്വർഗത്തിൽ ഇരുത്തുവാനായിട്ടല്ല ദൈവം ഇവിടെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഭൂമിയിലാക്കിയിരിക്കുന്നത് വഷളത്വം നിറഞ്ഞ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. जैसे रूप, आकार और भेड़ंग इस पृथ्वी में, जैसे पृथ्वी में नमक के उपयोग किए जाते हैं, वैसे ही परमेश्वर के प्रिय लोगों
हमें और आपको केवल स्वर्ग में अनंतता में बैठाने के लिए नहीं, परंतु इस पृथ्वी में जब हम रहते हैं तो इस बुराई भरे और दुष्टता भरे इस संसार में परमेश्वर के कार्यों को हमारे द्वारा फैलाने के लिए, जैसे नमक लोगों के जीवन में कार्य करता है, वैसे हम भी दूसरों के जीवन में उपयोगी बनने के लिए प्रभु ने हमें ठहराया है। രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ഒരു ഭാഗത്ത് കൂട്ടിയിരുത്തി, ഒരിടത്ത് കൂട്ടിയിരുത്തി ഇത്രയും മെമ്പേഴ്സ് ഉണ്ടെന്ന് പറയിപ്പിക്കാനല്ല കർത്താവ് വിളിച്ചേക്കുന്നത്, പിന്നെയോ അവരെ പറഞ്ഞയക്കാൻ വേണ്ടി. അതുകൊണ്ട് കർത്താവ് പറയുന്നത് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉപ്പിന്റെ ഫാക്ടറിയിൽ കൂട്ടി ഉപ്പിടുന്നത് പോലെ വിശ്വാസികളെ അവിടുത്തെ കൂട്ടി വെച്ചേക്കാനല്ല, അവരെ ലോകത്തിന്റെ അറ്റത്തോട് അയക്കുവാൻ വേണ്ടിയാ നമ്മെ കർത്താവ് രക്ഷിക്കപ്പെടുത്തിയിരിക്കുന്നത്. और परमेश्वर ने हमें इसीलिए उद्धार के अनुभव में ले आया है, जैसे आमीन एक आमीन नमक अपने कारखाने बनाकर उसी को वहीं पर जमा कर कर रखने के लिए नहीं, परंतु दूसरों तक पहुंचाने के लिए है। तो उसी प्रकार प्रभु के लोगों, हम भी एक जगह इकट्ठा होकर बंधे रहने के लिए नहीं है, परंतु प्रभु हमसे चाहता है कि हम भी जगह जगह पर जाकर, जैसे नमक स्वाद को लाता है, हमारे जीवन से हम दूसरों के अंदर स्वाद को उत्पन्न करने के लिए प्रभु ने बुलाया है। യേശുവിന്റെ കൽപ്പന അതാണ്, നിങ്ങൾ പോകുക, ലോകത്തിന്റെ അറ്റത്തോളം പോയി പ്രസംഗിക്കുക, മറ്റുള്ള അവൻ പറഞ്ഞ ഉപദേശങ്ങളൊക്കെയും പഠിപ്പിച്ച് ശിഷ്യരാക്കുവാനാണ് യേശുവിന്റെ അന്ത്യകൽപ്പന. यीशु मसीह की आखिरी आज्ञा या महान आज्ञाओं में से ये बात को यीशु मसीह हमें समझाता है कि तुम आमीन इस पृथ्वी के उस छोर तक जाकर मेरे लिए गवाह बनो, और मैंने जो भी तुम्हें सिखाया है वो उन्हें सिखाओ, और उनको मेरे आमीन हालेलुया नाम से बपतिस्मा दो। यही बातों को प्रभु ने हमें बता कर दिया है। അതിനെതിരായിട്ട് പ്രവർത്തിച്ച ജെറുസലേമിലെ സഭയെ പീഡ കൊണ്ടുവന്നിട്ട് ചിതറിക്കുവാനിടയായി. और उसके विरोध में काम किए हुए यरूशलेम की पहली कलीसिया के अंदर परमेश्वर ने कुछ विपरीत बातों को लाकर उनको यहाँ वहां से तितर बितर कर दिए। എന്ന് പറഞ്ഞാൽ യെരൂശലേമിലെ ആദ്യ സഭ വിചാരിച്ചു എല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുക, പാട്ട് പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ഉള്ളതെല്ലാം വിറ്റുപറക്കി കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച് അവരിങ്ങനെ യേശുവിന്റെ വരവിനായി കാത്തിരുന്നപ്പോൾ അവരുടെ മേൽ പീഡ ദൈവം അയച്ചിട്ട് അവരെ ലോകത്തിന്റെ അറ്റത്തോളം ചിതറിക്കുവാനിടയായി. കാരണം ഒരു ദൈവിക പദ്ധതി ദൈവമക്കളെ കുറിച്ച് നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം ചിതറിപ്പോണമെന്നാണ്. और वहां पर हम पहले शताब्दी की कलीसिया को हम देखते हैं कि वे यरूशलेम में इकट्ठे होकर वे अपने सारे संपत्तियों को बेचकर प्रेरितों के पैरों तले रखकर वो एक साथ इकट्ठे होकर जब आराधना प्रार्थना करने की उस मनसा से जब रहे थे, तो परमेश्वर ने वहां पर उनके सामने पीड़ा लेकर आकर संकट को डालकर वहां से उनको तितर बितर करा दिया, क्योंकि परमेश्वर की योजना में से ये था कि वो एक जगह पर इकट्ठा ना रहे, परंतु जगह जगह जाकर प्रभु की सुसमाचार की बातों को वो सुनाए और दूसरों के जीवन में यीशु मसीह की बातों को वो बता कर दे। ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നാം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പറയുകയാണ് ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരും. और प्रभु की योजनाओं के अनुसार परमेश्वर की इच्छा यदि हम अपने जीवन में नहीं कर रहे हैं, तो जैसे प्रभु कहता है परमेश्वर का न्याय हम और आपके ऊपर आमीन जरूर आएगा। പ്രൈസ് ദി ലോർഡ്. അതാണ് ആ വാക്യത്തിൽ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 5:13 പറയുന്നത്, അതിന് രസമില്ലാതെ പോയാൽ പുറത്തിട്ട് ചവിട്ടുകയേ നിവർത്തിയുള്ളൂ എന്നാ പറയുന്നത്. और वही बात को मत्ती के सुसमाचार 5 अध्याय उसके 13वें वचन में किया जाता है, लिखा जाता है कि यदि अपने नमक नमकीनपन को खो दिया जाए तो वो किस काम का उपयोगी ठहरेगा, केवल इसके कि बाहर फेंके जाए और मनुष्य के पैरों तले उसे रौंदे जाए। ഉപ്പിനെ കുറിച്ചുള്ള ന്യായവിധി അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ച് ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ദൈവിക പദ്ധതി നിറവേറുന്നില്ലെങ്കിൽ എന്തായിരിക്കും ന്യായവിധി? यदि नमक के प्रति परमेश्वर का न्याय इस प्रकार से है, तो प्रभु के लोगों, यदि हम और आप प्रभु के उद्धार पाए हुए लोग जो हैं
जो परमेश्वर का महान कार्यों को हमारे जीवन से घोषणा करने के लिए प्रभु ने हमें ठहराया है, तो यदि हम वो कार्यों को हमारे जीवन में नहीं कर पा रहे हैं, तो हमारे प्रति परमेश्वर का न्याय किस प्रकार रहेगा। യൂസ്ലെസ് ആയിരിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ആയിരിക്കുന്ന ഒരു ശിഷ്യത്തിലേക്ക് വന്ന ദൈവത്തിന്റെ ജീവിതം ഡേഞ്ചറായിരിക്കും, അപകടകരമായിരിക്കും വചനം പറയുന്നത്. वचन हमें ये बात को समझाता है कि जो एक परमेश्वर का बेटा बेटी है, एक चेला है, वो यदि उसके जीवन को प्रभु के लिए अच्छे कामों के लिए उपयोग नहीं कर पा रहे हैं, तो उसका जीवन बड़े खतरनाक और बड़ा बड़ा मुश्किल बड़ा होगा। ये प्रभु हमें सिखाता है। ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞവരുടെ ജീവിതത്തിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അഥവാ അങ്ങനെ ഒരു സാധ്യത ഉണ്ടായാൽ അത് വളരെ അപകടകരമായിരിക്കും. परमेश्वर का प्रेम को अनुभव किए हुए लोगों के जीवन में ऐसा होने की संभावनाएं नहीं है। यदि ऐसा हो रहा है, तो उनका जीवन बड़ा खतरनाक साबित रहेगा। ഉപ്പിന് അതിന്റെ രുചിയും മണവും അതിന്റെ ഗുണവും വിട്ടുപോകാൻ സാധ്യതയില്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ മറ്റു വസ്തുക്കളുമായി മലീമസമായി തീർന്നാൽ, പിന്നെ അത് ഉപയോഗശൂന്യമായി തീർന്നാൽ അത് കളയുകയുള്ളൂ. എന്നതുപോലെ എന്നെ കേൾക്കുന്ന ദൈവത്തിലെ നിങ്ങളുടെ ജീവിതം ശൂന്യമായി പോകുവാൻ, ഉപയോഗശൂന്യമാകാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവിലാണ്. പക്ഷേ ഈ ലോകത്തിന്റെ മലിമസമായ അന്തരീക്ഷത്തിൽ നിങ്ങൾ മലിമസമായി പോയാൽ ആ ജീവിതം അപകടകരമായിരിക്കും, പിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. प्रभु का वचन में हमें ये बात को भी देखते हैं, और नमक के विषय में हम ये बात को समझते हैं कि नमक किसी भी प्रकार से अपने स्वाद को और अपना रूप को खोता नहीं है, परंतु यदि किसी भी रीति से, यदि किसी वस्तु से या किसी चीजों से संपर्क हो जाए और उसने अपना उस स्वाद को खो दिए, तो उसका जीवन कोई भी उपयोग का नहीं रहेगा। उसी प्रकार परमेश्वर के प्रिय लोग, ये बात को समझना जरूरी है कि हमारा भी जीवन, हम किसी भी प्रकार की गलत कार्यों में शामिल होकर हमारे स्वाद को, हमारा जो प्रेज द लॉर्ड जो प्रभाव है, उसको हमें कम नहीं करना है। यदि हम कम कर दें, तो हम किसी भी कार्य के उपयोगी नहीं रहेंगे। हम केवल और केवल बाहर फेंके जाने के लिए हम बने रहेंगे। ആത്മീയ ഭാഷയിൽ നമ്മൾ അവരെ പിന്മാറ്റക്കാർ എന്നാ പറഞ്ഞത്. പിന്മാറ്റക്കാർ. आत्मिक भाषा में ऐसे लोगों को हम कहते हैं कि प्रभु से पिछड़ गए हुए लोग हैं वो। പിന്മാറ്റക്കാർ ഉപയോഗം തന്നെത്താനില്ലെന്ന് മാത്രമല്ല, അവർ ചെല്ലുന്നിടത്തൊക്കെയും മറ്റുള്ളവരുടെ ഉൽപാദന ശേഷിയുടെ നഷ്ടമാകത്തക്ക നിലയിൽ, മറ്റൊന്നിനും കൊള്ളാത്തവരാക്കത്തക്ക നിലയിൽ അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. और ऐसे लोगों का जीवन जो प्रभु से पीछे चले गए हैं, वो लोग केवल अपने आप को ही खराब नहीं करते, परंतु वे जिन लोगों से संपर्क रखते हैं, उनके भी जीवन में ऐसे प्रभावों को डालने की कोशिश करते हैं कि वे भी किसी प्रकार के उपयोग से रहित हो जाए और उनका जीवन भी खराब कर दे। അവർ തന്നെ നശിക്കുന്നു മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കത്തക്ക നിലയിൽ പൊളിറ്റിക്സ് കളിച്ച്, അല്ലെ മലീമസമായ അന്തരീക്ഷത്തിൽ സത്യമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും സഭയെയും ദേശത്തെയും ദോഷകരമായ ടെസ്റ്റിമണി ഉണ്ടാക്കുന്നു. और ऐसा ही नहीं कि वे केवल अपने आप को ही खराब करते हैं, परंतु वो जिन लोगों से संपर्क कर रहे हैं, उनको भी वो खराब कर रहे हैं। उनके भी जीवन में वो अपने असर को डालकर, प्रभाव को डालकर, उनके भी जीवन में गलत कार्यों को करने के लिए, गलत चीजों को करवाने के लिए वे कोशिश करते हैं। എന്നെ കേൾക്കുന്ന ദൈവവേദലെ, ദൈവദാസന്മാരെ, എന്നെയും നിങ്ങളെയും താക്കിയിരിക്കുന്ന ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ താലന്ത്, പല താലന്തിൽ കൊടുത്തവരെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒന്നും ചെയ്യാത്ത കുറിച്ച് കർത്താവ് പറയാണ്, ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. और परमेश्वर के मेरे प्रिय सुनने वाले प्रिय लोगों, प्रभु के दासों दासियों, हम ये बात को प्रभु के वचन में से जानते हैं कि यीशु मसीह उस बात को जब कह रहे हैं, जब आमेन जो तोड़ों को दिया हुआ व्यक्ति, जब उसने जो अपने तोड़ों को किसी काम के लिए उपयोग नहीं किया, तो प्रभु का वचन उसे कहता है, ये निकम्मे दास, और उसी को उस अनंत अंधकार में धकेलने वाले अनुभवों को हम वचन में पढ़ते हैं।
ഉപ്പിന്റെ ഗുണവും മണവും നഷ്ടപ്പെടുന്നത് പോലെ ഒരു വിശ്വാസി പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ അവന്റെ വിലയും നിലയും അവന്റെ ജീവിതവും നഷ്ടമായി തീരുന്നു. അവൻ ഉപയോഗശൂന്യമായി തീരുന്നു. മറ്റുള്ളവരുടെ കൂടെ ഉൽപാദന ശേഷി നഷ്ടപ്പെടുത്തി പ്രയോജനമില്ലാത്തതാക്കി തീർന്നു. जैसे नमक अपने स्वाद को और अपने गुण को नष्ट करते हैं, वैसे ही परमेश्वर से पीछे भटकने वाले एक विश्वासी अपने जीवन के हर एक प्रकार के गुण, स्वाद और उसका उपयोग को नष्ट करते हैं और दूसरों को भी वो अपने जीवन से प्रभावित कर कर उसी अवस्था में ले आते हैं। അതുകൊണ്ട് യേശു പറഞ്ഞ കലക്കയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. और इसलिए यीशु मसीह ये बात को हमें सिखाता है कि जो हल पर हाथ रखकर पीछे को मुड़कर देखते हैं वो प्रभु के राज्य के लिए योग्य नहीं है। ഇത് കേൾക്കുമ്പോൾ നാം നമ്മെ തന്നെ സ്വയശോധന നല്ലതായിരിക്കും. ये जब हम सुनते हैं तो अपने आप को हम जांचना हमारे लिए बेहतर होगा। നല്ല ടേസ്റ്റ് ഉള്ളതായി രൂപഗുണമുള്ളതായിട്ട് ദൈവം നമ്മെ അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. प्रभु ने हमें अच्छे स्वाद और अच्छे रूप और अच्छे गुणों के साथ प्रभु ने हमें चुन कर रखा है। ചിന്തിച്ചു നോക്കി ഇപ്പം നമ്മൾ എവിടെയായിരിക്കുന്നു? और हम आज थोड़ा अपने आप में विचार कर देखिए कि वास्तविकता में हम आज कहाँ पर रुके हैं। ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള ഗുണവും മണവും രൂപമാണ് നമ്മുടെ ജീവിതത്തിനകത്ത്. क्या प्रभु जैसा चाहता है वैसा हमारे अंदर गुण, हमारे अंदर रूप और हमारे अंदर उसका स्वाद बना हुआ है क्या या नहीं? പുറത്തിട്ട് ചവിട്ടുന്നത് പോലെ വിലയില്ലാത്ത, നിലയില്ലാത്ത, ബഹുമാനമില്ലാത്ത, മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാൻ പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത നിലയിലാണോ എന്നായിരിക്കുന്നത്. या फिर हम जैसे नमक को यदि वो उपयोग रहित रहे तो जैसे बाहर डालकर रौंदे जाते हैं, वैसे हमारा भी जीवन बना है कि हम किसी के भी उपयोग के नहीं हैं। हम लोगों के द्वारा अपमानित किए जा रहे हैं, लोगों के द्वारा हमें पीछे किए जाते हैं और ऐसे एक अवस्था में हमारा जीवन पाया जा रहा है क्या? ലൂക്കോസിന്റെ സുവിശേഷം 11-24-25-26 ഇങ്ങനെ പറയുന്നത്, ഒരുവനിൽ അശുദ്ധാത്മാവ് വിട്ടുപോയിട്ട് നീരുറവയുള്ള നോക്കി നടന്നിട്ട് കിട്ടാഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വെളുപ്പുള്ളതായി കണ്ടിട്ട് അവൻ പോയിട്ട് പിന്നെയും അനേക ദുർഭൂതങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. और लूका रचित सुसमाचार 11 अध्याय में हम ये बात को, एक सत्य को देखते हैं कि एक व्यक्ति के अंदर से अशुद्ध आत्मा निकल जाती है और वो दूसरे जगहों को खोज करते हुए जाते हैं, लेकिन वहां पर वो जब कभी किसी चीज को पाते नहीं तो ये व्यक्ति के पास वो लौट कर आते हैं और उसका जीवन साफ सुथरा देखकर अपने जैसे और 7 को लेकर आकर उसके अंदर प्रवेश करता है। അവന്റെ സ്ഥിതി പഴയതിനേക്കാൾ ഭയാനകമായിരിക്കും. ഒരു പിന്മാറ്റക്കാരന്റെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. और उसका स्थिति पहले से बहुत भयानक और बदतर होगा। ये एक मसीह के अनुभव से पीछे चले जाने वाले एक विश्वासी के जीवन के बारे में बताया जा रहा है। എബ്രായർ 10:38 പറയുന്നത്, എന്നെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിലോ ദൈവത്തിന്റെ പ്രസാദമില്ല എന്ന്. और इब्रानियों की पत्री में ये बात को कहा जाता है कि धर्मी विश्वास के द्वारा जीवित रहेगा, यदि वो पीछे भटक जाते हैं तो उसका जीवन में कोई कल्याण नहीं होगा। ഇവിടെ ആ വാക്യത്തിനകത്ത് പിന്മാറുക എന്ന വാക്യത്തിന് ഇംഗ്ലീഷിലുള്ള ഷ്രിങ്ക് ബാക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാറുക എന്ന അർത്ഥമുണ്ടെങ്കിലും നമ്മൾ ഷ്രിങ്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പതുക്കെ പതുക്കെ ചുരുങ്ങി 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 പോകുന്നതിനെ ഉപയോഗിക്കുന്നു. और यहाँ पर पीछे चले जाने के विषय में अंग्रेजी में उपयोग किया गया वह शब्द है कि सुकड़ जाना, और सुकड़ने वाला अनुभव जो है वो धीरे धीरे होता है। वो जो चीजें हैं धीरे धीरे वो सूखने वाली अनुभव में चले जाते हैं। എന്ത് രസകരമായിട്ടാണെന്ന് ഒരു വിശ്വാസിയോ പാസ്റ്ററോ പിന്മാറിപ്പോയ പെട്ടെന്ന് അറിയത്തില്ല. ഷ്രിങ്ക് ചെയ്തുണ്ടെങ്കിൽ ചുരുങ്ങി ചുരുങ്ങി അവന്റെ ആക്ടിവിറ്റീസില്, അവന്റെ വിശ്വസ്തതയില്, അവന്റെ പ്രവൃത്തിയില് അവൻ പണ്ടത്തെ പോലെ പ്രവർത്തിക്കാതെ ചുരുങ്ങി 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 അവസാനം ഒന്നിനും കൊള്ളാത്തതായി തീരും.
और एक विश्वासी हो, एक पासवान हो, यीशु मसीह में से वो विश्वास में से भटक रहे हैं, पीछे जा रहे हैं, तो तुरंत उसे पता नहीं चलता है, परंतु वो धीरे धीरे सूखने वाले, सिकुड़ने वाले अनुभव में वो चले जाते हैं, और ऐसे उनका जीवन एक दिन, आमीन, सेवकाई में कोई रुचि नहीं है, कार्यों में कोई रुचि नहीं है, ऐसे अनुभव में रहते हुए वो पूर्ण रीति से प्रभु से दूर हो जाते हैं। അപ്പോസ്തലനായ പത്രോസ് തന്റെ രണ്ടാമത്തെ ലേഖനത്തിൽ 9 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഒരു വലിയ വിശദീകരണം നൽകുന്നു. ഇവിടെ സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ വിശദമായി വായിക്കുന്നില്ല. നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ഒരു പിന്മാറ്റക്കാരന്റെ അവസ്ഥയെ കുറിച്ച് 2 പത്രോസ് 2:9 മുതൽ 22 വരെ. और प्रेरित पत्रस, दूसरा पत्रस की पत्री 2 अध्याय उसके 9 आयत से लेकर आमीन 22 आयत तक समय नहीं है, इसलिए मैं पढ़ नहीं रहा हूं। आप लोग निश्चय अपने अपने व्यक्तिगत समयों में बातों को पढ़ना है। वहां पर पत्रस एक मसीह के अनुभव से पीछे भटक गए एक विश्वासी के बारे में, एक भक्त के बारे में कुछ बातों को बता रहा है। 9 വാക്യം പറയുന്നത് കർത്താവ് ഭക്തന്മാരെ പഠിപ്പിക്കുന്നു. और 9वें आयत में लिखता है कि प्रभु अपने भक्तों को परीक्षा में से निकाल लेते हैं। എന്നാൽ 22 വാക്യത്തിൽ പറയുക നീതികെട്ടവരെ കുറിച്ച് അവർ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായ പോലെയാണ്, കുളിച്ചിട്ട് പിന്നെയും ചെളിയിൽ വീഴുന്ന പന്നിയെ പോലെയാണ്. और 22वें आयत में लिखता है कि वे ऐसे अनुभव में जाते हैं कि वे अपने ही कीचड़ में लौट जाते हैं और अपने ही आमीन गंदगी में वो फिर से जाने के लिए तैयार होते हैं। അതാ വെളിപ്പാട് പുസ്തകം 2:4 പറഞ്ഞു, നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു. इसलिए प्रकाशित वाक्य 2:4 में लिखा गया है कि तुमने अपने पहले प्रेम को खो दिया है। ഒരു വിശ്വാസിയെ ദൈവത്തിലെ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞാൽ, നിങ്ങളുടെ ഫ്ലേവർ, നിങ്ങളുടെ രുചിയും മണവും ഗുണവും ഇല്ലാതാക്കിയാൽ, നിങ്ങൾക്കൊരു ബാഡ് ടെസ്റ്റിമണി ഉണ്ടാക്കിയാൽ, വചനം പറയുകയാണ് അതിനെ പുറത്തിട്ട് ചവിട്ടിക്കളയും. और एक विश्वासी, एक प्रभु के दास दासी, यदि उसने अपने पहला प्रेम को खो दिया है, उसने अपने रुचि और स्वाद और अच्छा अनुभवों को अपने जीवन से नष्ट कर देते हैं, तो उसी के कोई उपयोग ही नहीं रहेगा, केवल उसे बाहर फेंक कर पैरों तले रौंद दिया जाएगा। ദൈവം തന്നെ നിന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യും. परमेश्वरी आपको अपने उस कार्यों में से अलग कर देंगे। ആ രഹസ്യം മനസ്സിലായ പൗലോസ് 1:9-27 പറയുകയാണ്, മറ്റുള്ളവരെ പ്രസംഗിച്ചിട്ട് ഞാൻ എന്നെ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്തത്. और ये बात को अच्छी रीति से समझा हुआ पौलुस अपने वचनों में बात को कहता है। 1 कुरिन्ती 9 अध्याय उसके 27वें आयत में इस प्रकार वो लिखा है कि परंतु मैं अपने देह को मारता, कूटता और वश में लाता हूं, ऐसा ना हो कि औरों को प्रचार करके मैं आप ही किसी रीति से निकम्मा ठहरूं। പൗലോസ് എന്നെയും നിങ്ങളെയും പോലെ തന്നെ മനുഷ്യനായിരുന്നു, ഈ ഇങ്ങനെ ജഡശരീരത്തിൽ ജീവിച്ചനാണെന്ന് പറയുക. അവന്റെ ശരീരത്തെ തന്നെത്താൻ ദണ്ഡിപ്പിച്ച് കൺട്രോൾ ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകാതിരിക്കാൻ, എന്നെ തന്നെ കൊള്ളരുതാത്തവനാകാതിരിക്കാൻ. पौलुस भी हम और आप जैसे साधारण एक मनुष्य था, परंतु प्रभु के उस उत्तरदायित्व को अपने जीवन में समझते हुए पौलुस ये बात को कहता है कि मैं किसी भी रीति से उस कार्य में से मैं आमीन बाहर ना किया जाए, इसीलिए मैं अपने आप को, अपने देह को मैं मारता, कूटता और वश में लाने के लिए मैं अपने आप में हमेशा तैयार रहता हूँ। ഇത് കൃപയുടെ കാലഘട്ടമായതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്നതിന് അപ്പോൾ പ്രതിഫലം കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് അവന്റെ വഷളത്വത്തിൽ, അവന്റെ പാപത്തിൽ, അവൻ പിന്മാറ്റത്തിൽ പിന്നെയും തുടർന്നാൽ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ന്യായവിസ്താരത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നീ ലജ്ജിക്കേണ്ടി വരും.
और आज अनुग्रह का समय है, इसलिए आमीन, हम अपने अपने पाप को या अपने अपने गलतियों का तुरंत हमारे ऊपर न्याय या दंड नहीं दिया जाता है। इसका अर्थ आमीन ये नहीं कि हम बच गए हैं, परंतु हमें याद रखना है कि उस न्याय के सिंहासन के सामने जब हम और आपको खड़े रहना पड़े, तो वहां पर हमें हमारे किए हुए कार्यों के प्रति हमें सोचकर लज्जित होना पड़ेगा। അതുകൊണ്ടാണ് 2 Corinthians 5:10 പറയുന്നത്, അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നതുണ്ടോ നല്ലതോ ചീത്തയോ അതിനായിട്ടുള്ള പ്രതിഫലമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. और इसीलिए दूसरा कुरिन्ती 5:10 आयत में इस प्रकार लिखा जाता है कि इसलिए हर एक व्यक्ति आमीन ये बात को जानना है कि मसीह के न्याय आसन के सामने जब खुल जाएगा, तो हर एक व्यक्ति अपने भले बुरे कामों का बदला जो उसने देह में के द्वारा किया है वो उसे पाएगा। അതുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിനെ ഗുണദോഷിക്കുകയാണ്. ചിലർ നല്ല മനോസാക്ഷി തള്ളിക്കളഞ്ഞ് അവർ വിശ്വാസ കപ്പലിൽ തകർന്നുപോയി. ഹൂമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ ഞാൻ അവരെ സാത്താനെ ഏൽപ്പിക്കുന്നു. और इसलिए पौलुस तीमुथियुस को ये बातों के प्रति समझाता है कि किसी लोगों ने अच्छी आमीन विवेक को वो लोग अपने जीवन में नष्ट करके खो दिए हैं और वो बुराई के मार्ग में चलने लग गए हैं। ऐसे लोगों में से हुमनियुस और अलेक्जेंडर के बारे में पौलुस वहां पर बताता है कि उन्हें आमीन उस दुष्ट के कार्यों के लिए सौंप दिया गया है। ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശോഭയോടെ ഇൻഡയറക്റ്റായിട്ടും പ്രവർത്തിച്ചവർ പിന്മാറിപ്പോയി കഴിയുമ്പോൾ അവന്റെ സഹാനുഭൂതി ഉളവാക്കുന്ന അവസ്ഥ എത്ര ഭയങ്കരമാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ. और एक समय में परमेश्वर के लिए सीधे रूप से या आमीन किसी और तरीके से भी क्यों ना हो, प्रभु के लिए उपयोगी बने हुए लोग यदि परमेश्वर के कार्य को करने से पीछे हट जाते हैं, वो बिछड़ जाते हैं, तो उनके जीवन में क्या कुछ होता है वो वचन हमें बताते हैं। അതുകൊണ്ട് പൗലോസ് തിമോത്തിക്ക് എഴുതുമ്പോൾ പിന്നെയും പറയുക, എനിക്ക് വ്യക്തമായിട്ട് അറിയാം 100% അങ്ങനെ ഞാൻ തെളിവായിട്ട് പറയുക, ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് കപടത്താൽ വിശ്വാസം തെറ്റിപ്പിച്ചു കളയുമെന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുന്നു പൗലോസ് പറയുക. और इसलिए पौलुस तीमुथियुस को ये बात को बड़े बड़े धैर्य के साथ और बड़े स्पष्टता के साथ ये बताता है कि अंत के दिनों में ऐसे लोग खड़े होंगे जो गलत उपदेशों को, गलत बातों को फैलाने के लिए वो तैयार होंगे। वे झूठ बातों को बोलने के लिए वो लोग हिचकिचाएंगे नहीं। ऐसे लोगों से तू अपने जीवन को सावधान रखना है। അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, സഹോദരന്മാർ ദൈവത്തെ തെളിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. और आमीन, इसलिए इब्रानियों की लेखक इस प्रकार कहते हैं कि आपके विश्वास वाला हृदय को आप कभी भी छोड़ ना दे, त्याग ना दे। इसलिए इस बुरे संसार के लोगों से अपने आप को आपको बचाए रखना है। നിങ്ങളാരും പാപത്തിന്റെ ചതിയിൽ പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നത് അന്യോന്യം പ്രവർത്തിപ്പീൻ. और वो आप में से कोई भी परमेश्वर के उस आगमन में छोड़ दिए ना जाए। इसीलिए आज जब समय है तो परमेश्वर के आगमन के विषय में प्रचार करते रहो और एक दूसरे को प्रोत्साहन भी करो। ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. और पहला विश्वास अंत तक यदि हम थामे रहे या यदि हम उसको पकड़े रहे, तो हम परमेश्वर के उस आगमन में अपने आप को हम आमीन उठा लिए जाए देखेंगे। പ്രിയമുള്ളവരെ, അധർമ്മ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീട് പോകാതിരിക്കാൻ സൂക്ഷിപ്പീൻ. और आमीन, इसलिए परमेश्वर का वचन कहता है कि अपनी स्थिरता को बचाए रखकर अपने आप को संभालने के लिए आप ध्यान रखना है। കൃപയിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും നിങ്ങൾ വളരണം. और प्रभु का वचन कहता है कि परमेश्वर का अनुग्रह में और यीशु मसीह के पहचान में हमें बढ़ते आना है। ഈ ലോകത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി ദൈവത്തെ വിട്ടുപോയവരുടെ ലിസ്റ്റ് പൗലോസ് പറയുന്നുണ്ട്.
और इस संसार की कुछ बातों को प्राप्त करने के लिए परमेश्वर की उपस्थिति को छोड़ दिए हुए लोगों की एक बड़ी सूची को पौलुस बता रहा है। ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പോയവരെ കുറിച്ച് പറയുന്നു. और आमीन मिस्र की ओर लौट कर गए हुए लोगों के बारे में बताता है। പിന്മാറ്റക്കാർ ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്നു. और परमेश्वर के उपस्थिति से पीछे गए हुए लोग परमेश्वर के नाम को खराब करते हैं। ദേശത്തിന്റെ നന്മയാണ് ദൈവം തന്ന നന്മ കാണിച്ചിട്ട് ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും തള്ളിക്കളയുന്ന ദൈവത്തിന്റെ ന്യായം വരുന്നു. और परमेश्वर का मैं जो आशीषों को और प्रभु ने दी हुई भलाइयों को पीछे हटाकर इस दुनिया के पीछे भागने वाले लोगों के प्रति परमेश्वर अपना न्याय को एक दिन प्रकट करेगा। ഉപ്പിന്റെ രുചിയും മണവും ഗുണവും നഷ്ടമാകുമ്പോൾ അതിനെ പുറത്തിട്ട് ചവിട്ടുവാൻ ഉപയോഗിക്കുന്ന പോലെ എന്നെ കേൾക്കുന്ന ദൈവം വീണ്ടും കർത്താവിന്റെ ശിഷ്യത്തിന് ഇടമുള്ള ദൈവങ്ങളെ പിന്മാറ്റത്തിലേക്ക് പോയാൽ അവന്റെ മേൽ ന്യായവിധി ഉണ്ടാകും. और जैसे यदि नमक अपना स्वाद को अपने उस प्रभाव को यदि अपने जीवन से नष्ट कर देते हैं तो उसी को जैसे बाहर डालकर रौंदे जाएंगे, वैसे प्रभु की उपस्थिति से पीछे हटने वाले लोग ये बात को जान लेना है कि यदि आप अपने प्रभाव, अपने गुण और अपने स्वाद को अपने जीवन से खो देंगे तो परमेश्वर का न्याय आसन के सामने आपको उसका लेखा देना पड़ेगा। എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ആർക്കും ആ ന്യായവിധിയിലൂടെ പോകാതെ വേണം. ഇന്ന് നമ്മൾ ആദ്യം തിമോത്തിയോസിൽ വായിച്ചു പോലെ ഒരു സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഏവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ സന്ദേശം ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. और हमारे ऊपर कहीं कहीं हम किसी के भी ऊपर परमेश्वर का न्याय का वो कार्य आमीन हमारे ऊपर ना हो, इसलिए जैसे हमने शुरुआत में तीमुथियुस की पत्री में से वचन पढ़ा, एक सुसमाचार का कार्य को हमारे जीवन से हम पूरा करें। ये बात को आमीन आपके बीच में बताकर आज मेरे संदेश को मैं समाप्त करता हूँ। ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु आप सबको आशीष देने पाए। താങ്ക് യു സാജൻ പാസ്റ്റർ.